ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിനോട് ചോദിക്കണം, ചോദിച്ചാലേ തരുള്ളൂ, വെറുതെ കേട്ട അല്ലാഹു തരൂല. അല്ലാഹുവിനോട് ചോദിച്ചാലാണ് അല്ലാഹു തരുന്നത്, ചോദിക്കാതെ അല്ലാഹു തരൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചെയ്യുന്ന അമലുകളെല്ലാം നാളേക്ക് വേണ്ടിയുള്ള എടുത്തുവെക്കലാണ്, കളക്ഷനാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നാളേക്ക് വേണ്ടി അമല് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ. വൽആജിസു മൻ നത്ബഅ നഫ്സഹു ഹവാഹാ. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവനാണ് വിഡ്ഢി. സ്കൂളിലൊക്കെ പോയാൽ, കലാലയങ്ങളിൽ പോയാൽ, ക്യാമ്പസുകളിൽ പോയാൽ പ്രസന്റ് എങ്ങനെ ആസ്വദിക്കാമെന്നാണ് അവർ പറയാ, പഠിപ്പിച്ചു തരാ. നിന്റെ പ്രസന്റ് നീ എങ്ങനെയാണ് ആസ്വദിക്കുക, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാര്യം നീ ആസ്വദിക്കുക, നാളത്തെ കുറിച്ച് നീ ചിന്തിക്കേണ്ട. ആ ഒരു മോട്ടോയാണ് നമ്മുടെ കലാലയങ്ങളിൽ. ആ സന്തോഷങ്ങൾക്ക് തടസ്സമാകുന്ന മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിച്ചേക്ക്. ആ സന്തോഷത്തിന് വിഘാതമാകുന്ന ഉമ്മയോ ഉപ്പയോ നാട്ടുകാരോ സഹോദരങ്ങളുമായിട്ടോ നിനക്ക് ബന്ധം വേണ്ട എന്നൊരു മെസ്സേജാണ് പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്റെ ശരീരം അതെന്റെ ഇഷ്ടമാണെന്ന് പെൺകുട്ടികൾ പറയാൻ തുടങ്ങിയത്. എന്റെ വസ്ത്രം അതെന്റെ ചോയ്സാണ്, എന്റെ ശരീരം എന്റെ ചോയ്സാണ്, എന്റെ പാർട്ട്ണർ അതെന്റെ ചോയ്സാണ്, അങ്ങനെ പറയാൻ തുടങ്ങി. മാതാപിതാക്കളോട് മക്കൾ പറയാൻ തുടങ്ങി, ഞാനല്ലേ കല്യാണം കഴിക്കുന്നത്, അതെന്റെ ഇഷ്ടമല്ലേ, നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി നമ്മുടെ മക്കൾ. മൈ ചോയ്സ്. അപ്പൊ എന്റെ സന്തോഷത്തിന് വിഘാതമായി നിൽക്കുന്ന ആളുകളായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ബന്ധം തകരുമ്പോഴാണ് അധാർമികതകൾ നമ്മുടെ നാട്ടിൽ വളരുന്നത്. ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ബന്ധത്തെയാണ് നമ്മൾ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ഈ കുടുംബ ബന്ധമാണ് നമ്മുടെ നാട്ടിൽ നന്മ നിലനിൽക്കാനുള്ള കാരണം. നമ്മളെല്ലാവരും ഒരു പരിധിവരെ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം ഇങ്ങനെ ഒരു കുടുംബ ബന്ധം നമ്മൾക്കുണ്ട് എന്നതാണ്. ഉപ്പയുണ്ട്, ഉപ്പറിഞ്ഞാലോ, ഉമ്മറിഞ്ഞാലോ, ഭാര്യ അറിഞ്ഞാലോ, ഭർത്താവ് അറിഞ്ഞാലോ, മക്കൾ അറിഞ്ഞാലോ, ഇതാ നമ്മളെ തെറ്റിൽ നിന്ന് എപ്പോഴും പിടിച്ചു നിർത്തുന്നത്. അതൊരു ലോക്കാണ്. ഈ ലോക്ക് തകർക്കലാണ് ലിബറലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്ക് പൊട്ടിക്കാനാണ്. ഈ ലോക്ക് പൊട്ടിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ലോക്ക് നിങ്ങൾ പൊട്ടിക്കാൻ പാടില്ല. ഈ ബന്ധത്തെ നിങ്ങൾ മുറിച്ചാൽ അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഈ ലോക്ക് പൊട്ടിക്കുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ശാപം അവരിലുണ്ടാകുമെന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യൂറോപ്യൻ പാശ്ചാത്യൻ രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള തോന്നിവാസങ്ങളും അനാചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാത്തത്? ഒരു പരിധിവരെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന കാരണത്താലാണ്. എന്നാൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു 100 വർഷം മുമ്പ് വരെ 95% ആളുകളും കല്യാണം കഴിയുന്നതിന് മുമ്പ് അവിഹിത ബന്ധമില്ലാത്തവരായിരുന്നു. ഒരു 100 വർഷം മുമ്പ് വരെ 95% ആളുകളും കല്യാണത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാത്ത ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് 95% ആളുകളും കല്യാണത്തിന് മുമ്പ് സെക്ഷുവൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന ആളുകളാണ്, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അതിൽ ചില ആളുകൾക്ക് കല്യാണം കഴിയുന്നു, അല്ലാത്തവർ ലിവിംഗ് ടുഗദറിലൂടെ അവരുടെ ബന്ധം അവസാനിക്കുന്നു. അങ്ങനെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്നത് പോലെ പിതാവില്ലാത്ത മക്കൾ അവിടെ ജനിക്കുന്നു. സ്വാഭാവികമായി പിതാവില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പിന്നെ ആരോടാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത്? ഉപ്പയില്ലെങ്കിൽ പിന്നെ ആരോടാണ് നമ്മുടെ മക്കൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എന്ത് തെറ്റു ചെയ്യാനാണ് നമ്മൾക്ക് മടിയുണ്ടാവുക? ചോദിക്കാൻ പിതാവില്ല. പള്ളിയിൽ വന്നാലും മദ്രസയിൽ വന്നാലും സ്കൂളിൽ വന്നാലും ക്യാമ്പസുകളിൽ വന്നാലും ചോദിക്കാൻ ആളില്ലെങ്കിൽ സ്വാഭാവികമായി ചെറുപ്പത്തിലെ
നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറും. ഇന്ന് നമ്മുടെ മക്കൾ ഒരു 15 വയസ്സുവരെ പേടിച്ച് ജീവിക്കുന്നത് ഉപ്പ എന്നൊരു ബന്ധമുള്ളത് കൊണ്ടാണ്, ഉപ്പയെ പേടിയുള്ളത് കൊണ്ടാണ്. എപ്പോഴാണ് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നത്? ഉപ്പയോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ മക്കൾ തെറ്റുകാരാവാൻ തുടങ്ങുന്നത്. തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ കാലെടുത്തു വെക്കുന്നത് ഉപ്പയോടുള്ള ഭയം നഷ്ടപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ ഉപ്പയുണ്ടെങ്കിൽ രഹസ്യമായി തെറ്റ് ചെയ്തേക്കാം, പരസ്യമായി ചെയ്യൂല. ഉപ്പ എന്നുള്ളൊരു ഭയം അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർ പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ ഇസ്ലാമിക ലോകത്ത് കല്യാണം കഴിക്കുമ്പോൾ തറവാട് നോക്കണം എന്ന് പറയുന്നത്. തറവാട് നോക്കണം, കുടുംബം നോക്കണം എന്ന് പറയുന്നത്. എപ്പോഴും കുടുംബം എന്നുള്ളതൊരു ലോക്കാണ് പ്രിയപ്പെട്ടവരെ. ത്വലാഖ് ചെല്ലാനാണെങ്കിൽ വരെ കല്യാണം കഴിഞ്ഞ് കുടുംബബന്ധം ഒരു നിലക്കും ഒത്തുപോകുന്നില്ലെങ്കിലും നല്ല കുടുംബക്കാരാണെങ്കിൽ ത്വലാഖ് ചെല്ലാതെ പരിഹരിക്കാനാണ് അവർ തീരുമാനിക്കുക. അറിഞ്ഞാ മോശമാണ്, വലിയ കുടുംബക്കാരാ, അവർ ത്വലാഖ് ചെല്ലി എന്ന് പറഞ്ഞ നാട്ടിലൊരു മോശമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. എന്നാൽ ഒരു കുടുംബവുമില്ലാത്തവർ, കുടുംബത്തോടൊരു ബന്ധം പോലും ഇല്ലാത്തവർ, കുടുംബവുമായി അറ്റാച്ച്മെന്റ് ഇല്ലാത്ത, തീരെ തറവാടിത്തമില്ലാത്ത കുടുംബമാണെങ്കിൽ അവർക്ക് ത്വലാഖ് വിഷയമല്ല. അവർ പുഷ്പം പോലെ ത്വലാഖിന് തയ്യാറാവും. ഈ ത്വലാഖ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റിലുള്ള എമർജൻസി എക്സിറ്റ് പോലെയാണ്. ത്വലാഖ് എന്നുള്ളത് ഫ്ലൈറ്റിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അതെന്തിനാ ഉപയോഗിക്കുക? ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അത് ഉപയോഗിക്കുക. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയാൽ എയർ ഹോസ്റ്റസ് നമ്മളോട് പറഞ്ഞുതരും. ഉദാഹരണം, വയസ്സായ, ബലഹീനരായ, ഡിസേബിൾഡ് ആയ ആളുകളൊക്കെ, ഹാൻഡിക്യാപ്ഡ് ആയ ആളുകളൊക്കെ ഈ എമർജൻസി എക്സിറ്റിന്റെ അടുത്ത് ഇരിക്കാൻ അവർ സമ്മതിക്കൂല. ഇന്നലെ എന്നോട് സീറ്റ് മാറാൻ പറഞ്ഞു. 4F, എന്റെ സീറ്റ് 4F ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് 2F മാറ്റുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചു. ഞാൻ എന്താ കുഴപ്പമെന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, 4F എന്നുള്ളത് ബാക്ക് സീറ്റാണ്, 2F എന്നുള്ളത് എമർജൻസി എക്സിറ്റിന്റെ അടുത്തുള്ള സീറ്റാണ്. അവിടെ ഉള്ളത് വയസ്സായ ഒരു മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ എമർജൻസി ഡോർ തുറക്കാൻ അവർക്ക് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റിക്കൂടെ എന്ന് വെച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഫ്ലൈറ്റ് കയറിയ ഉടനെ ആദ്യം തരുന്ന നിർദ്ദേശം എന്താ? ഇവിടെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ടെർബുലൻസ് ഉണ്ടാകും, ഫ്ലൈറ്റിന് കുലുക്കമുണ്ടാവും, ഫ്ലൈറ്റിന് ചെറിയൊരു ചലനങ്ങൾ ഉണ്ടാകും, ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. ഈ സമയത്തൊന്നും ഇത് തുറന്നേക്കരുതേ. ഫ്ലൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾ പുക കണ്ടേക്കാം, തുറന്നേക്കരുത്. ഫ്ലൈറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ നിങ്ങൾ കണ്ടേക്കാം, തുറന്നേക്കരുത്. നിങ്ങൾ എപ്പോഴാ തുറക്കേണ്ടത്? പൈലറ്റിന്റെ ഓർഡർ വരും, വാക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് പൈലറ്റ് ഓർഡർ ചെയ്യും, അപ്പോഴല്ലാതെ നിങ്ങൾ തുറക്കരുത് എന്ന് പറയും. അഥവാ എന്ത് അപകടം സംഭവിച്ചാലും അവസാനത്തെ വഴിയാണ് എമർജൻസി എക്സിറ്റ് എന്നുള്ളത്, അപ്പോഴേ തുറക്കാൻ പാടുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ത്വലാഖ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, സൗന്ദര്യപ്പിണക്കം ഉണ്ടാകും. ആ സമയത്തൊക്കെ നേരെ ത്വലാഖിലേക്ക് പോകലല്ല, ഇതിനൊരുപാട് പരിഹാരമുണ്ട്. ആദ്യം 2 പേര് സംസാരിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിരുന്ന് സംസാരിച്ചു നോക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് നോക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ചർച്ചകൾക്ക് പോകുന്ന ആളുകളുമായിരിക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുമായി, ഉസ്താദുമാരുമായി സംസാരിക്കണം. ഒരു വഴിയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ അവസാനമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ത്വലാഖിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ത്വലാഖ് വ്യാപകമാകുമ്പോൾ ഉപ്പയില്ലാത്ത ഒരുപാട് മക്കൾ ഇവിടെ വർദ്ധിക്കും. ഉപ്പയില്ലാത്ത, പിതാവില്ലാത്ത മക്കൾ വർദ്ധിക്കും. സ്വാഭാവികമായി അവരിൽ നിന്നാണ് അക്രമവാസനയുണ്ടാവുക. ഉപ്പയുടെ സ്നേഹം കിട്ടാതെ വളർന്നവർ, എപ്പോഴും കുടുംബ ബന്ധത്തിൽ അടിപിടിയുമായി വളർന്നിട്ട് അവസാനം ഉപ്പ ഇട്ടേച്ചു പോയവർ, ഉമ്മ ഇട്ടേച്ചു പോയവർ, കുടുംബത്തിൽ ഒരു പിതാവിന്റെ സാന്നിധ്യം ലഭിക്കാത്തവർ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നവർ, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നവരാണ് അക്രമങ്ങളിലൂടെ ആളുകളെ ശ്രദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധമാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി എന്ന് പറയുന്നത്. നല്ല കുടുംബ ബന്ധം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ നല്ല ബന്ധമുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നായി വരുന്നത്.
അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കോളേജുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും കിട്ടുന്ന മെസ്സേജാണ്, മാതാപിതാക്കളുമായുള്ള ബന്ധം നീ വിച്ഛേദിക്കണമെന്ന്. അവരവരുടെ സുഖത്തിന് വേണ്ടി, അവരവരുടെ സൗകര്യത്തിന് വേണ്ടി, അവരവരുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോ നീ ഉണ്ടായി എന്നല്ലാതെ നിനക്ക് എന്ത് ബന്ധമാണ് എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, അങ്ങനെ ചോദിച്ച് കുടുംബങ്ങളുമായി ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ശപിച്ച വിഭാഗമാണവർ. അവരുടെ കൂടെ നടക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവരിയ്ക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മാലാക്കമാര് പോലും കടന്നു വരൂല. അവർ ദുആ ചെയ്താൽ അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുക പോലുമില്ല. ആര്? കുടുംബക്കാരുമായി തെറ്റി നിൽക്കുന്ന ആളുകള്, കുടുംബക്കാരുമായി ബന്ധം വിച്ഛേദിച്ചു നിൽക്കുന്ന ആളുകള്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകള്. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും കുടുംബ ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക. ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ കുടുംബവുമായി നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളാക്കണം. അളാപ്പയെ പരിചയപ്പെടുത്തണം, മുത്താപ്പയെ പരിചയപ്പെടുത്തണം, കുഞ്ഞമ്മമാരെ, അമ്മായിമ്മമാരെ, കസിൻ ബ്രദേഴ്സിനെ. ഇടയ്ക്കിടെ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോകണം, അവരുടെ വീട്ടിലേക്ക് മക്കളെ കൊണ്ടുപോകണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മക്കളെ ഒരുവിധം തെമ്മാടിത്തരങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയും. ഇതൊരു ലോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ നമ്മൾ പേടിച്ചില്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പേടിക്കും. രഹസ്യമായ സമയങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പേടിച്ചു കൊള്ളണമെന്നില്ല. ആരും കാണാതെ, ആരും അറിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലം ആരും കാണൂല എന്നറിഞ്ഞാൽ തെറ്റു ചെയ്യാത്ത ആളുകൾ ആരാണ്? അവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, യജഅലുഹുല്ലാഹു ഹബാഅൻ മൻസൂറാ. അവരുടെ എല്ലാ നന്മകളെയും അല്ലാഹു തആല ധൂളികളാക്കി, പൊടിപടലങ്ങളാക്കി വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളുടെ മുമ്പിൽ മാന്യന്മാരാണ്, എന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തോന്നിവാസങ്ങൾ ചെയ്യുന്നവര്, അവരുടെ എല്ലാ അമലുകളെയും അല്ലാഹു പൊടിപടലങ്ങളായി വലിച്ചെറിയുമെന്നാ പറഞ്ഞത്. അല്ലാഹു അവരുടെ അമലുകൾ സ്വീകരിക്കൂല എന്നാ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരസ്യവും നമ്മുടെ രഹസ്യവും ഒരുപോലെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ഒരു ബന്ധമാണ് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നന്മ നിലനിർത്താൻ കാരണമാവുക. ഈ ബന്ധം തകർന്നാലോ, ഭാര്യയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഇല്ലെങ്കിലോ, ഭർത്താവുമായിട്ടൊരു അറ്റാച്ച്മെന്റും ഭാര്യമാർക്കില്ലെങ്കിലോ, മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കണ്ട എന്ന ഒരു തോന്നൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടായാലോ, എന്നെ ആരും ശ്രദ്ധിക്കണ്ട, നല്ല ജീനും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി പുറത്തിറങ്ങാണ്, തലയൊന്നും മറക്കാതെ. ഉമ്മ ചോദിച്ചു, എങ്ങോട്ടടി? ഞാൻ പുറത്തു പോകണം. എന്താ എന്റെ ഡ്രസ്സ് നോക്കുമ്പോ, ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്, എന്റെ പ്രൈവസി നിങ്ങൾ ഇടപെടണ്ട, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊരു പെണ്ണ് പറഞ്ഞാലോ, ഒരു പെണ്ണ് പറഞ്ഞാലോ, ഉമ്മക്ക് ഇടപെടാൻ കഴിയുമോ? ഉമ്മക്ക് ഇടപെടാൻ കഴിയുമോ? ഇവള് കാമുകന്മാരുടെ കൂടെ വന്ന് വീട്ടിലിറങ്ങാണ്. എന്താണ് അങ്ങനെ ഇറങ്ങുന്നതെന്ന് ചോദിച്ചാല്, ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾ ആരാ ഇടപെടാന്ന് ചോദിച്ചാൽ ഉമ്മമാർക്ക് മറുപടി ഉണ്ടോ? ഇവിടെയാണ് അധാർമികത വളരുക. ഈ ഒരു അധാർമികത വളർത്താനാണ് നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ക്ലാസ്സുകളൊക്കെ. ഇതുപോലെയുള്ള അധാർമികതകൾ വളർത്താനാണ്. ഹോമോസെക്ഷുവാലിറ്റി, LGBTQ, ഇതൊക്കെ വളർത്തണം. സുവർഗരതി, സുവർഗ വിവാഹം, ഇതൊക്കെ നടക്കണം. ഇതിനു വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ സ്കൂളിന്റെ സിലബസിൽ വരെ കുത്തിച്ചേർക്കാൻ, സ്കൂളിന്റെ സിലബസുകളിൽ വരെ ഇത്തരം ആശയങ്ങൾ കുത്തിച്ചേർക്കാൻ, നമ്മൾ അറിയാതെ നമ്മുടെ മക്കളിൽ ഇൻജക്ട് ചെയ്യാൻ ഇതുപോലെയുള്ള ആശയങ്ങൾ. ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മൾക്ക് ഒരല്പമെങ്കിലും കാഴ്ചപ്പാടും ദീർഘദൃഷ്ടിയുള്ള ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധിമാൻ ആരാണ്? സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവൻ ബുദ്ധിമാനാണ്. തെറ്റ് ചെയ്യാൻ മനസ്സ് പറയുമ്പോ, അത് ചെയ്താൽ നാളെ പണി കിട്ടും,
അവനാണ് ബുദ്ധിമാൻ. അതല്ലാതെ എന്തു ചെയ്യാൻ പറഞ്ഞാലും ശരീരത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായി ചെയ്തു തീർക്കുന്നവൻ വിഡ്ഢിയാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ള ഫോട്ടോകള്, റീലുകള്, വീഡിയോകള് നാളെ നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ നമ്മൾക്ക് ഉപകാരമുള്ള വീഡിയോകളാണോ അതല്ല ഉപദ്രവമുള്ള വീഡിയോകളാണോ എന്ന് ആലോചിക്കണം. എന്റെ ശബ്ദം ശപിക്കുന്നവരിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും അക്കൗണ്ടുകളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നാളെ നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഖബറിൽ ഉപദ്രവമാണോ, ഖബറിൽ നമ്മൾക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമാകുമോ എന്ന് ഓരോ ആളുകളും ആലോചിക്കണം. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി ലൈക്ക് കിട്ടാനും ഫോളോവേഴ്സ് ഉണ്ടാവാനും ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവാനും വൈറലാവാനൊക്കെ വേണ്ടി അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതിന് വിപരീതമായി തലമറക്കാതെ, ശരീരത്തിന്റെ ഔറത്ത് മറക്കാതെ പാട്ടുപാടുന്നതോ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതോ ആയ വീഡിയോ ഒരു ചെറുപ്പക്കാരോ ഒരു ചെറുപ്പക്കാരിയോ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പൊതു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ട് എങ്ങാനും പെട്ടെന്നൊരു മരണം അവരെ, അല്ലാഹുവിന്റെ മരണം അവരെ മാടി വിളിക്കുകയാണെങ്കിൽ നാളെ ഖബറിൽ കിടക്കുമ്പോൾ അവളുടെ അക്കൗണ്ടിലുള്ള വീഡിയോകൾ എത്ര ആളുകളാ കാണുക? അവന്റെ അക്കൗണ്ടിലുള്ള ഹറാമായ വീഡിയോകൾ എത്ര ആളുകളാ കാണുക? മുൻകർ നകീർ കടന്നു വന്നിട്ട് റബ്ബുക വമാ ദീനുക, പ്രിയപ്പെട്ടവരെ എന്ന ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോ ഓരോ സമയത്തും നമ്മൾ ഉണ്ടാക്കി വെച്ച ഹറാമായ വീഡിയോ കാരണം ഓരോ ആളുകൾ ഹറാമ് കാണുമ്പോ അതിന്റെ ശിക്ഷ നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുമെന്നല്ലേ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്ത് ചെയ്യുമ്പോഴും എന്റെ ഖബറിൽ അത് ഉപകരിക്കുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഇതുപോലെയുള്ള വഅലിന്റെ താഴെ എത്രയോ സ്വതന്ത്ര ചിന്താഗതിക്കാര് കമന്റുകളുമായി കടന്നുവരും. ഒരുപാട് യുക്തിവാദികൾ കമന്റുമായി കടന്നുവരും. പ്രിയപ്പെട്ടവരെ, അത്തരം കമന്റുകൾക്ക് പുല്ലുവില കൽപ്പിക്കാനാണ് തീരുമാനം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീൻ പറയുന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, എന്ത് വീഡിയോകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഏത് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരൊറ്റൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത്. മരണം എന്നെ മാടി വിളിച്ചാൽ, മരണം എന്നെ പിടികൂടിയാൽ, എന്നെ പോലെ 18കാരിയായ 20കാരിയായ 22കാരിയായ എത്ര ചെറുപ്പക്കാരികളാണ് ചെറിയ ചെറിയ അസുഖം വന്ന് മരിച്ചുപോയത്. അതേപോലെ ഞാനും മരിച്ചുപോയാൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ എന്റെ ഖബറിടത്തിലേക്ക് ഉപകരിക്കുമോ ഇല്ലേ എന്ന ചിന്തയാണ് എപ്പോഴും നമ്മെ അലട്ടേണ്ടത്. അതാണ് ആദ്യമായി ഞാൻ ഓതിവെച്ച ആയത്തിന്റെ അർത്ഥം. അങ്ങനെയാണ്, وَلْتَنْظُرْ نَفْسٌ مَا قَدَّمَتْ لِغَدٍ وَاتَّقُوا اللَّهَ. ഓരോ ആളുകളും പ്രിയപ്പെട്ടവരെ ആലോചിച്ചോളൂ. ഓരോ ആളുകളും ഓരോ മനുഷ്യന്മാരും നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് എടുത്തു വെച്ചത് എന്ന് ചിന്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നാളേക്ക് വേണ്ടി എന്താ നമ്മൾ എടുത്തു വെച്ചത്? ഒരുപാട് നിസ്കാരം നമ്മുടെ കൈകളിലുണ്ടോ? നോമ്പുകളുണ്ടോ? ദിക്റുകളുണ്ടോ? ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ അയാൾ ദിക്റിലൂടെ ജീവിക്കണമെന്നാ പറഞ്ഞത്. എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്നാണ്. ലാ യസാലു ലിസാനുക റതുബൻ ബിദിക്രില്ലാഹ്. നമ്മുടെ നാവുകൾ ദിക്ർ ചൊല്ലി നനഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ ഉണരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഒരു ദിക്റുണ്ട്. അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോകുമ്പോ, തിരിച്ചു വരുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വീട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ദിക്ർ ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലാഹു നമ്മൾക്ക് സമാധാനം തരും.